ഞാൻ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ, എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റാണ്. ഹൃദയം ആരോഗ്യപരമായും അല്ലാതെയും നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഹെൽത്തി ഹാർട്ട് അഥവാ ഹൃദയാരോഗ്യ സംരക്ഷണത്തിനായുള്ള വീഡിയോകൾ ഇത്രയേറെ പ്രചാരത്തിലുള്ളത്. നമ്മൾ മലയാളികളിൽ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ് ഹൃദ്രോഗം. ഒരു ശരാശരി പാശ്ചാത്യ രാജ്യക്കാരനെ കമ്പയർ ചെയ്യുമ്പോൾ 10 വർഷം നേരത്തെ നമ്മളിൽ ഹൃദ്രോഗം വരുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഹൃദ്രോഗം മൂലമുള്ള മരണനിരക്കും മലയാളികളിൽ തുലവും കൂടുതലാണ്. എന്തായിരിക്കാം ഇതിനുള്ള കാരണം? നമുക്ക് 3 ശത്രുക്കളാണുള്ളത്. 1 ഷുഗർ, 2 പ്രഷർ, 3 കൊളസ്ട്രോൾ. ജീവിതശൈലി രോഗങ്ങൾ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന 3 രോഗങ്ങൾ. ഇവയുടെ ആധിക്യം തന്നെയാണ് നമ്മളിൽ വർദ്ധിച്ചു വരുന്ന ഹൃദ്രോഗ നിരക്കിൻ്റെ പ്രധാന കാരണം. നമുക്കിതിനെ എങ്ങനെ പ്രതിരോധിക്കാം? ഒരു കാര്യം ഉറപ്പാണ്, നമ്മളിൽ ആരും തന്നെ ഹൃദ്രോഗം വന്ന് ഇതുപോലെ ഒരു കാത്ത് ലാബിൽ ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക് കിടക്കാൻ ഇടവരും എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇതിനെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യാം? ജീവിതശൈലി രോഗങ്ങളാണ് നമ്മുടെ പ്രധാന ശത്രു എന്ന് പറഞ്ഞു. അതിനുള്ള പ്രതിവിധി എന്താണ്? ജീവിതശൈലി നിയന്ത്രണങ്ങൾ. ജീവിതശൈലി നിയന്ത്രണങ്ങളെക്കുറിച്ച് വളരെയേറെ ഇൻ്റർവ്യൂകളും ടോക്കുകളും നിങ്ങൾ കേട്ട് കാണും. അടുത്ത 5 മിനിറ്റിൽ ഞാൻ സ്ഥിരമായി രോഗികൾ ചോദിക്കാറുള്ള സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയും ഉൾക്കൊള്ളിക്കാമെന്നാണ് കരുതുന്നത്. 3 പ്രധാന കാര്യങ്ങൾ: ഡയറ്റ്, എക്സസൈസ്, ഹാബിറ്റ്സ്. ഈ 3 പ്രധാന ഹെഡിങ്ങുകളിൽ നമുക്കിതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ജീവിതശൈലി നിയന്ത്രണങ്ങളെപ്പറ്റി പറയുന്നതിന് മുമ്പേ ആത്യന്തികമായി നമ്മളെല്ലാവരും അറിയേണ്ടുന്നൊരു കാര്യമുണ്ട്. നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ നിർബന്ധിച്ച് നടപ്പാക്കേണ്ടുന്ന ഒരു കാര്യമല്ല ഇത്. നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യമായി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വിജയകരമായി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള സാധ്യത തുലവും കൂടുതലായിരിക്കും. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എന്നെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമാണോ ഇത് എന്നുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളിൽ പലരും വ്രതത്തിൻ്റെയും നോമ്പിൻ്റെയും ഭാഗമായി നമ്മൾ പോലും അറിയാതെ ജീവിതത്തിൽ പരിചയിച്ച ഒരു കാര്യം തന്നെ ഈ ജീവിതശൈലി നിയന്ത്രണങ്ങളിൽ പറയുന്നുള്ളൂ. അതിൽ തന്നെ വേറൊരു ഉദാഹരണം പറയാം. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ജീവിതശൈലി നിയന്ത്രണത്തിലേക്ക് പോകുന്നത് എപ്പോഴാണ്? ഒരു അറ്റാക്ക് കഴിഞ്ഞ ശേഷമാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം എന്താണ്? നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പ്രാവർത്തികമാക്കാവുന്ന ഒന്നാണ് ഇതെല്ലാം എന്നുള്ളതല്ലേ. അതോടൊപ്പം പറയേണ്ടുന്ന മറ്റൊരു കാര്യം തന്നെയുണ്ട്. ഒരു രോഗിക്ക് ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞു എന്ന് വെച്ച് കഴിയുമ്പോൾ ആ കുടുംബം ഒന്നടങ്കം ആ രോഗിക്ക് വേണ്ടി ഈ ജീവിതശൈലി നിയന്ത്രണത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അതിലൂടെ ആ രോഗിയുടെ മാത്രമല്ല മൊത്തം കുടുംബത്തിൻ്റെ ആരോഗ്യം കൂടെ നന്നാവുന്നുണ്ട്. അതിൽ തന്നെ മറ്റൊരു വശവും കൂടെ പറയേണ്ടുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അറ്റാക്ക് വരുമ്പോൾ എൻ്റെ ആരോഗ്യത്തിനായി മൊത്തം കുടുംബത്തിൻ്റെ ഭക്ഷണക്രമങ്ങൾ വ്യതിചലിക്കണ്ടേ എന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ വിഭാഗവുമുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നമ്മളെ പ്രിയപ്പെട്ടവരാണ് ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്നുള്ളത്. ഏറ്റവും കൂടുതൽ ജീവിതശൈലി നിയന്ത്രണത്തിൽ ഏറ്റവും കൂടുതൽ സംശയമുള്ള ഒരു വിഭാഗമാണ് ഈ ഡയറ്റ് അഥവാ ഭക്ഷണ ക്രമീകരണം എന്നുള്ളത്. അപ്പോൾ ഭക്ഷണ ക്രമീകരണത്തിനെ പറ്റി പറയുമ്പോൾ ഒരു ചുരുങ്ങിയ വാക്കിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും 1-2 ടിപ്പുകൾ പറയണമെന്ന് പറഞ്ഞാൽ സാധാരണ പറയാറുള്ളത് എന്താണ്? വറുത്തത്, പൊരിച്ചത്, എണ്ണമയമുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. രണ്ടാമത്തതായിട്ട് ചോറിൻ്റെ അതേ അളവിൽ തന്നെ പച്ചക്കറികളോ ഫ്രൂട്ട്സോ കഴിക്കുക. ന്യായമായും ഇത് കേൾക്കുന്ന ഡയബറ്റീസ് രോഗികൾക്കൊരു സംശയം വരാം, ഞങ്ങൾക്ക് ഷുഗർ ഉള്ളതല്ലേ, അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമെന്ന്. പറ്റുമല്ലോ, നിങ്ങൾക്ക് കഴിക്കാവുന്ന ഫ്രൂട്ട്സാണ് പേരയ്ക്ക, പപ്പായ, ആപ്പിൾ മുതലായവ. പക്ഷേ നിയന്ത്രിതമായ അളവിൽ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അതേപോലെ തന്നെയാണ് ഈ ഡയബറ്റീസ് രോഗികൾ സ്ഥിരമായി പറയാറുള്ളൊരു കാര്യമുണ്ട്. ഷുഗർ ഇത്തിരി കൂടുതലാണ് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ഞാൻ ചായയിലോ കാപ്പിയിലോ പഞ്ചസാര തീരെ ഇടാറില്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ ഷുഗർ കൂടിയതെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചായയിലോ കാപ്പിയിലോ ഷുഗർ കുറച്ച് അല്ലെങ്കിൽ ഷുഗർ ഒഴിവാക്കി നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പായസം കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ഷുഗർ കൂടുകയില്ലേ. പിന്നെ അതിനേക്കാട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഷുഗർ മാത്രമല്ല നമ്മുടെ രക്തത്തിലെ പഞ്ചസാര കൂടുന്നതിലുള്ള പ്രധാന കാരണം. നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് അഥവാ അന്നജം
എന്നുള്ളതിൻ്റെ അളവാണ് നമ്മുടെ ഷുഗർ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയാറുള്ളത് കഴിയുമെങ്കിൽ ഒരു നേരം അരിയാഹാരം ശീലിക്കുക എന്നുള്ളത്. നമ്മുടെ അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോറിൻ്റെ അത്ര തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം. ഷുഗറുള്ള രോഗികൾ സ്ഥിരം പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഡയറ്റ് നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് ഒരു മടുപ്പ് തോന്നി തുടങ്ങി എന്നുള്ളതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ ശരിക്കും. ഇപ്പോൾ ഓട്സ് ഇപ്പോൾ പലരും ഉണ്ട് 7 ദിവസവും ഓട്സ് കഴിക്കുന്നവരുണ്ട്. 7 ദിവസം പോയിട്ട് ഒരു 3 ദിവസം സ്ഥിരമായി ഓട്സ് കഴിച്ചാൽ ഞങ്ങൾക്കായാലും മടുപ്പ് തോന്നും. അപ്പോൾ ഒരു ഭക്ഷണത്തിൽ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ വെറൈറ്റി കൊണ്ടുവരാൻ സാധിച്ചാൽ ഇത് നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. ഇനി അടുത്ത ഏറ്റവും സംശയമുള്ള ഒരു വിഭാഗം ഉപ്പിൻ്റെ അളവാണ്. ഞാൻ ഇതിന് മുമ്പേ ഉള്ള ഒരു ടോക്കിലും പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഉപ്പ് നമ്മളുടെ ഒരു വലിയൊരു ശത്രു തന്നെയാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം അനുവദനീയമായിട്ടുള്ള ഉപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 ടീസ്പൂണാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു പൊടിക്കൈ എന്ന് പറയുന്നത്, അപ്പോൾ അമ്മമാർക്കൊക്കെ ചെയ്യാവുന്ന ഒരു പൊടിക്കൈ, ആരാണോ നമ്മളുടെ ആഹാരം പാകം ചെയ്യുന്നത് അവർക്ക് ഇതുപോലെ ഒരു പാത്രം എടുക്കുക. നമ്മൾ 4 പേരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇടുക. ഇതായിരിക്കണം നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോൾ ഉപ്പിൻ്റെ അളവുകോൽ. നമുക്ക് രാവിലത്തെയും ഉച്ചക്കലത്തെയും വൈകുന്നേരത്തെയും ആഹാരത്തിനായി നമുക്ക് അനുവദിച്ചിട്ടുള്ള ഉപ്പ് ഇത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പരിധിവരെ നമുക്ക് ഉപ്പ് നിയന്ത്രിക്കാൻ സാധിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഓയിൽ അഥവാ എണ്ണയുടെ ഉപയോഗമാണ്. അതിൽ തന്നെ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു മണിക്കൂറോളം അതിനെപ്പറ്റി സംസാരിക്കാം. എന്നാലും ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയുടെ ഉപയോഗം കഴിയുന്നതും കുറയ്ക്കുക. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ കഴിയുന്നതും ഒന്ന് നിയന്ത്രിച്ചാൽ നന്നായിരിക്കും. ഹാർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓയിലുകൾ എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രാൻ തവിടെണ്ണ, ഒലീവ് ഓയിൽ എന്നിവയാണ്. ചില പരിമിതികളുണ്ടെങ്കിലും വെളിച്ചെണ്ണയും ഒരു പരിധി വരെ നമുക്ക് നല്ലതാണ്. പക്ഷേ കൂടുതലും ഹൃദയാരോഗ്യത്തിന് നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണകളാണ്. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യം ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ്. മട്ടൻ, ബീഫ് നമ്മുടെ മലയാളിയുടെ പ്രിയപ്പെട്ട ആഹാരമാണ്. പക്ഷേ റെഡ് മീറ്റ് ഗണത്തിലാണ് അവ പെടുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ ഉപയോഗം കുറച്ചാൽ നമ്മുടെ ഹൃദയത്തിന് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനി മുട്ടയെ പറ്റിയിട്ട് നമ്മൾ പണ്ട് മുതലേ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ പ്രായമായ മുത്തശ്ശികൾ വരെ പറയും മുട്ട കഴിക്കും, വെള്ള കഴിക്കുന്നില്ല, വെള്ളയെ കഴിക്കുന്നുള്ളൂ, മഞ്ഞ കഴിക്കുന്നില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ പഠനങ്ങൾ കാണിക്കുന്ന പ്രകാരം നമുക്ക് ഒരു മുട്ട കഴിക്കാം, മഞ്ഞ അടക്കം ഒരു മുട്ട കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതുവരെ നിയന്ത്രണത്തിൻ്റെ ഒപ്പം തന്നെ കുറച്ച് നമുക്ക് അനുവദനീയമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എണ്ണയുടെ കാര്യത്തിലും, അതായത് നമ്മൾക്ക് ഒരാൾക്ക് ഒരു ദിവസം ഒരു 5 അല്ലെങ്കിൽ 10 ml എണ്ണ മാക്സിമം നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇതേപോലെ ഒരു അളവുകോൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മുതൽ 10 ml എണ്ണ വരെ ഒരു അളവുകോലായി വെക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ എണ്ണയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ എണ്ണ ഒരിക്കൽ ചൂടാക്കി അല്ലെങ്കിൽ വറുക്കാനോ പൊരിക്കാനോ ചൂടാക്കി എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീയൂസ്, വീണ്ടും അത് ഉപയോഗിക്കുന്നത് കഴിയുന്നതും കുറച്ചാൽ അത് കൂടുതൽ ആരോഗ്യത്തിന് നന്നായിരിക്കും. ഇനി എപ്പം മുതൽ നമ്മൾ ഈ ജീവിതശൈലി നിയന്ത്രണങ്ങളെല്ലാം തുടങ്ങണം? അതായിരിക്കും അടുത്ത ചോദ്യം വരുന്നത്. എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ തുടങ്ങിയാൽ നമ്മുടെ ഹൃദയം അത്രയും കാലം ആരോഗ്യത്തോടെ ഇരിക്കും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കുട്ടികളിലെ പൊണ്ണത്തടി അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഒബീസിറ്റി എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ചെറിയ ഒരു പ്രായം മുതൽ തന്നെ ആരോഗ്യകരമായ ഒരു ഭക്ഷണ സംസ്കാരം നമുക്ക് അവരിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ഭാവിയിൽ അവർ ആരോഗ്യവാന്മാരായി ഇരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള വസ്തുത. ഇനി അടുത്ത കാര്യമെന്ന് പറയുന്നത് എക്സസൈസാണ്. തീർച്ചയായിട്ടും ഒരു ഡോക്ടർ എന്ന നിലയിൽ ഏറ്റവും അധികം റെസിസ്റ്റൻസ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമ്മൾ എക്സസൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഡോക്ടർമാരും ആദ്യം പറയുന്ന കാര്യം എന്താണ്? ആഴ്ചയിൽ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ 5 ദിവസമെങ്കിലും അരമണിക്കൂറെങ്കിലും നടക്കുക എന്നുള്ളതാണ്.
എന്തുകൊണ്ടാണ് അത് എല്ലാവരും ഇത് പറയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? യാതൊരു കാശ് ചിലവോ എഫേർട്ടോ ഇല്ലാതെ നമ്മളുടെ സ്വന്തം മോട്ടിവേഷനിൽ ആർക്കും എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ നടത്തമെന്ന്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നടക്കാൻ പോവാം. പല അമ്മമാരും പറയാറുള്ള ഒരു കാര്യമാണ് രാവിലത്തെ കുക്കിങ്ങും ഓഫീസിലേക്കുള്ള ഓട്ടവും എല്ലാം കാരണം രാവിലെ എക്സസൈസ് ചെയ്യാൻ പറ്റാറില്ല. വേണ്ട, രാവിലെ എക്സസൈസ് ചെയ്യേണ്ട, വൈകുന്നേരം ചെയ്യാൻ പറ്റുമല്ലോ, തിരക്കാണ് എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കൂ, 24 മണിക്കൂർ ഒരു ദിവസത്തിലുണ്ട്. അരമണിക്കൂറെങ്കിലും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനായിട്ട് മാറ്റിവെക്കാൻ സാധിക്കില്ലേ? സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ അമ്മമാർ സ്ഥിരമായി പറയാറുള്ള മറ്റൊരു കാര്യമുണ്ട്, ഞാൻ വീട്ടിലെ എല്ലാ പണികളും ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു, അതിനെ ബഹുമാനിക്കുന്നു. പക്ഷേ നമ്മൾ എക്സസൈസിനായി എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. പിന്നെ മറ്റൊരു കാര്യം പറയാറുള്ള എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മുട്ടുവേദനയുണ്ട് അതുകൊണ്ട് നടക്കാൻ പറ്റില്ല. മുട്ടുവേദനയുള്ളപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒരു സ്റ്റെപ്പ് കയറുകയോ ഇറങ്ങുകയോ, കൂടുതലും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴായിരിക്കും മുട്ടുവേദനയുള്ളവർക്ക് വേദന കൂടാൻ സാധ്യത. അങ്ങനെയുള്ളവർ നിരപ്പായുള്ള ഒരു സ്ഥലത്ത് നടക്കാവുന്നതാണ്. ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്ത് പോയിട്ട് നടക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി തീരെ ഇപ്പോൾ മുട്ടുവേദന, ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വളരെ സാധാരണമാണ് വയസ്സായവരിൽ. അപ്പോൾ അത് കാരണം തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും ഇരുന്ന് ചെയ്യാവുന്ന ധാരാളം എക്സസൈസുകളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാക്കാനായി ശ്രമിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ നടക്കാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിന് പകരം നമ്മുടെ കുടുംബാംഗങ്ങളെയോ സുഹൃത്തുക്കളെയോ കൂടെ കൂട്ടുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. ഒരർത്ഥത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം നടക്കാൻ പോകാൻ മടിയാണെങ്കിൽ അവർ നമ്മളെ വിളിച്ചു കൊണ്ട് പൊക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഈ നടത്തം മുടങ്ങുന്നില്ല എന്നുണ്ട്. ഇതിനെല്ലാത്തിനും മറ്റൊരു വശം കൂടെയുണ്ട്. ഈ നടത്തത്തിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ കൊച്ചു വർത്തമാനങ്ങൾ ഏറ്റവും കുറയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നടത്തം കഴിഞ്ഞ് വിയർപ്പാറ്റുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ പരസ്പരം സംസാരിച്ചോളൂ. കുട്ടികളെയും കൂടെ നമ്മൾ നടത്തത്തിന് കൂടെ കൊണ്ടുപോകാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യത്തിന് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും. ഇനി ഹാബിറ്റ്സ്, മൂന്നാമത്തെ കാര്യം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്മോക്കിംഗ്. നമുക്കറിയാം, സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളീയർ. എന്നിരുന്നാൽ കൂടിയും കേരളീയരിൽ നല്ലൊരു ശതമാനം ഇപ്പോഴും പുകവലിക്കുന്നവരാണ്. ഹൃദ്രോഗം മാത്രമല്ല, നമ്മുടെ ഈ നാക്ക് മുതൽ മലദ്വാരം വരെയുള്ള എല്ലാ അവയവങ്ങളുടെ ക്യാൻസറിനുള്ളൊരു സാധ്യത കൂടെ നമ്മളിതിലൂടെ സ്വയം ക്ഷണിച്ചു വരുത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊരു പുക വലിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മൾ വീട്ടിലിരുന്ന് വലിക്കുകയാണെങ്കിൽ നമ്മളെ കുടുംബക്കാരും, നമ്മൾ പൊതുസ്ഥലത്തിരുന്ന് വലിക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ അടുത്തിരിക്കുന്ന ആൾക്കാരെയും കൂടെ നമ്മൾ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾക്ക് അടിമയാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി സ്ഥിരമായിട്ട് പുകവലിക്കുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മുമ്പ് ഒരു പാക്കറ്റ് വലിച്ചിരുന്നു, ഇപ്പോൾ ഒരു 5 എണ്ണയെ വലിക്കാറുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 തരം ആളുകളെ നിലവിലുള്ളൂ. ഒന്ന് പുകവലിക്കുന്നവർ, 2 പുകവലിക്കാത്തവർ. അതുകൊണ്ട് പുകവലിയെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റായി നിർത്തുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. പുകവലിയെ പറ്റി പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു വിഭാഗത്തിൻ്റെ മനസ്സിലും ഡോക്ടറിനെ അടുത്ത് എന്താണ് പറയാൻ പോകുന്നത് എന്ന് മനസ്സിലായി കാണും. ആൽക്കഹോൾ അഥവാ മദ്യം. നിങ്ങൾ പലരും എന്നോട് ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ഇൻ്റർനെറ്റിലെല്ലാം കണ്ടല്ലോ ചെറിയ തോതിൽ മദ്യപിക്കുന്നത് ഹൃദയത്തിന് നല്ലതാണെന്ന്. പലപ്പോഴും പല സ്ഥലത്തും നമ്മൾ ടോക്കിന് പോകുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അതിനെപ്പറ്റി ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, അതിൽ പറഞ്ഞ അളവിൽ മദ്യപിച്ച് ആ അളവിൽ മദ്യപാനം നിർത്തുന്ന ഒരു മലയാളിയെ ഞാൻ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഇനി കണ്ടെത്തുമോ എന്നെനിക്ക് വലിയ പ്രതീക്ഷയുമില്ല. അപ്പോൾ ഇത്രയുമാണ് ജീവിതശൈലി വ്യതിയാനങ്ങളെ പറ്റി സാധാരണയായി ഉയർന്നു വരുന്ന ചില സംശയങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും. ഇതിൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം, അതായത് നമുക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്ന കാര്യങ്ങളെ ഇതെല്ലാം തന്നെ ഉള്ളൂ എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ എന്നുള്ളത്. എന്നാൽ ഇവിടെ പറയാനുള്ളത് ചിട്ടയായ ജീവിതശൈലി വ്യതിയാനങ്ങൾ, അതായത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഹൃദ്രോഗത്തെ
നമ്മിൽ നിന്നും നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും ആരോഗ്യമുള്ള ഒരു ഹൃദയമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.